ഇതാണ് നമ്മുടെ മൊത്തം ആംബിയൻസ്. ഹാപ്പി ബർത്ത്ഡേ ഇവിടെ വന്നിട്ട് ഞാൻ അമ്പൂറ്റിയുടെ റിംഗ് ടൂൺ ഒന്ന് കേൾപ്പിക്കാം. ഇതെനിക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. സായി രണ്ടാമത്തെ കല്യാണം, ഞാൻ എന്റെ ആദ്യത്തെ കല്യാണം. ഹലോ ഗൈസ്, അപ്പൊ എന്താണ് പരിപാടി? ഇന്ന് നമ്മുടെ ഗബ്ബർ കുട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ മോനെ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അവന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരുപാട് സർപ്രൈസ് പരിപാടീസ് നമ്മുടെ ജാസ്മിൻ ജാഫർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ജാസ്മിൻ്റെ ഇവിടെ ഓരോരോ സർപ്രൈസുകളായിട്ട് അതിന്റെ പരിപാടീസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന പോലെ അവിടെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു അവിടെ ജാസ്മിൻ വേറെ വ്ളോഗും അതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നുണ്ട്. ഷുഗർ പിൽസിന്റെ വക കുറച്ച് ചോക്ലേറ്റ്സ് വന്നിട്ടുണ്ട്. ഇതിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാ പരിപാടീസും നമ്മളിവിടെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ജാസ്മിന്റെ വ്ളോഗിനകത്ത് നിങ്ങളോട് കണ്ടിട്ടുണ്ടാവും. സർപ്രൈസ് ആയിട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. ഗബ്രിക്ക് അറിയാനേ വയ്യ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. സായി ഇപ്പോൾ ഗബ്രിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് വേറൊരു സർപ്രൈസ് ആയിട്ട് നമ്മൾ നേരെ തൃശ്ശൂരിലൊരു മനയിലേക്ക് പോകുന്നുണ്ട്. അതും ഗബ്രിനെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഗബ്രി ഇപ്പോൾ ഇവിടെ വരും. നമ്മുടെ ഷുഗർ ഫിൽസിന്റെ ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ മൊത്തം ആംബിയൻസ്. ആരാ രണ്ടുപേരും സായി രണ്ടാമത്തെ കല്യാണം, ഞാൻ എന്റെ ആദ്യത്തെ കല്യാണം. നീ കെട്ടും മോനെ, നീ കെട്ടി രസിക്ക്. എടാ ഞാൻ പോവാ, നീ എന്തേ ഇവിടെ വീട്ടിലെ പണി കിടക്കോ? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. എന്നാ വേണ്ട പോക്കോ, ശരി പറയാനില്ല. ആ ഓക്കെ ഞാൻ വിളിക്കാം. ശരി കേൾക്കണ്ടല്ലോ, പറഞ്ഞാണ് പറയുന്നത്. ആ വേണ്ട എടാ ഞാൻ വിളിക്കാം. എന്തോ മഴ വരുന്ന എന്തെങ്കിലൊക്കെ പറഞ്ഞ് സംഭവം സെറ്റ് ചെയ്യണ്ടേ. ഇവിടെ ഇത്ര ആൾക്കൂട്ടം പറ്റത്തില്ല കേട്ടോ. അല്ല, നമുക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കട്ടെ, ഇത് കണ്ടതേ ഈ അറേഞ്ച്മെന്റ്സ് അല്ലേ ഇവിടുത്തെ, ഇത് മാറ്റണോ? ഈ സാധനങ്ങൾ വേണേ ഈ ടേബിൾ ഫുള്ളും ആക്കി ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ അറിയത്തില്ല. അല്ല അതൊന്നും മാറ്റണ്ട. ഗബ്ബർകുട്ടൻ അവൻ കയറിപ്പോയി. ഒരു ചെറിയ പ്ലിങ് മോനെ നീ ഇത്രയും മികച്ച പൊളിച്ച് ഞാൻ കണ്ടില്ല. ഞാൻ സീരിയസ്ലി കണ്ടതാണ്. മറ്റേ പെണ്ണൊക്കെ ഇരിക്കുന്നുണ്ട്, നമ്മളവിടെ. ഇനി എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം, നമ്മുടെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിലൊരു പാർക്കിംഗ് വണ്ടി നീ തെരുവിളിച്ച മൊത്തം എന്റെ വണ്ടി എന്നോട് വിളിച്ചിട്ട് പറയുന്നേ ഏതോ ഞാൻ അവന്റെ വണ്ടിയുടെ ചില്ലടിച്ചു പൊട്ടിക്കും. അതൊന്നും കുഴപ്പമില്ല, നീ കാശ് എടുത്തില്ല. എനിക്ക് ടെൻഷൻ ഇല്ലാത്ത ആവശ്യത്തി. ഓ ഇനിയിപ്പൊ അങ്ങനെ തള്ളിയാ മതി. നീ എല്ലാം അവനെ അറിയത്തില്ല. നീ പൊട്ടിച്ചത് ശരി, ആ ക്ഷീണം ഉണ്ടാവും. ചോക്ലേറ്റ് വെയിലത്തായിരുന്നു. ഞാനായിട്ട് എടുത്തില്ല എന്നൊരു പരാതി വേണ്ട. എന്റെ ബർത്ത്ഡേക്ക് കിട്ടാത്ത മിഠായി. മുറി ഞാനും കേക്ക് കുറച്ച് ഫേമസ് ആണ്, വേണമെന്നുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ. ഇത് സീക്വന്റ് ഞാനിപ്പോ എന്റെ കളക്ഷനിലേക്ക് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചു വെച്ചിരുന്ന വാച്ച് തന്നെയാണ്. അങ്ങനെ ഇൻഫേമസ് ആയിട്ടുള്ള SOP
ഇത് cocktail, കോക്ടെയിൽ എഡിഷൻ. cocktail. Open heart. അറിയാം എല്ലാവരും അറിയാം. ഇത് ഇപ്പൊ ഞാൻ പറയണ സമയത്ത് ഇത് അഭിനയം പോലെ തോന്നും. അതായത് ലൈക് ഞാൻ ഉണ്ടാക്കി പറയണ പോലെ ചിലപ്പോ ഇത് കാണുന്നവരടക്കം പറയാം. പക്ഷെ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരണതിന് തൊട്ട് മുമ്പ് ക്രോണോഗ്രാഫ് ബൈ എഫിന്റെ റീലില് ഈ സെയിം വാച്ച് ആ പ്രസ്റ്റീജ് ഈ പ്രസാജ് എന്ന് പറയുന്ന എഡിഷൻ ആണ് ഇത്. ഓപ്പൺ ഹാർട്ട് എന്ന് അവരെടുത്ത് ആ റീലില് പറയണുണ്ട്. ആ ഓപ്പൺ ഹാർട്ടിന്റെ കാര്യം സീക്വന്റെ കാര്യം ഇതിൽ പറയാനുണ്ട്. താങ്ക് യു. അങ്ങനെ ഞങ്ങള് ഗബ്രീനെയും ജാസ്മിനെയും ഒക്കെ ഒരു കാരണത്താക്കി കൊച്ചിന്ന് പുറപ്പെട്ടു. എന്റെ കൂടെ അമ്പോറ്റി ഉണ്ട്. ഞാൻ നിങ്ങളെ ഒരു സംഭവം കേൾപ്പിച്ചു തരാം. ഞാൻ അമ്പോറ്റിയുടെ റിംഗ് ടൂൺ ഒന്ന് കേൾപ്പിക്കാം. ഞങ്ങൾ എന്തുകൊണ്ട് അവനെ അമ്പോറ്റി 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 എന്ന് മാറ്റരുത്, ഇവരെന്തുകൊണ്ട് അമ്പോറ്റി എന്ന് വിളിക്കുന്നു എന്നുള്ളതിന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. മെയിൻ എന്റെ മോനെ കേട്ടല്ലോ. ഇത്രയും റൊമാൻസ് തുളുമ്പി നിൽക്കുന്ന ഒരു റിംഗ് ടൂൺ ആലോചിച്ച് നോക്കിയേ. ഒരു ഐഫോണിലാണ് ആ റിംഗ് ടൂൺ കേൾക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കാം. നമ്മളൊക്കെ സാധാരണ ഐഫോണിനകത്ത് നമ്മുടെ ഐഫോണിന്റെ ആ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ടോൺ ഉണ്ടാവല്ലോ, അതാണ് നമ്മൾ ഇടുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആക്ച്വലി നിനക്ക് ഈ ടോൺ ഇടാനുള്ള കാരണം? എന്താ പറ. നല്ലല്ലേ? ഞങ്ങൾ ഇതിനെ അമ്പോട്ടി എന്തുകൊണ്ട് വിളിച്ചു എന്നുള്ളതിന് ഇതാണ് ഉത്തരം. ദിലീപേട്ട ചക്കൊന്നുമല്ല, ഇവൻ ഇങ്ങനെയുള്ള ടൂണ്. അന്ന് ഞങ്ങൾ ബിഗ് ബോസ് പറഞ്ഞ പോലെ തുളസി കതിര്, ഈ എന്താ പറയണ്ടേ, ഈ ശാലീന സുന്ദരിയായിട്ടുള്ള പെൺകുട്ടികള്, ഇതൊക്കെ ഒരു ഭയങ്കര അവനങ്ങ് പ്രണയമാണ് ചെക്കന്. പറയുമ്പോഴത്തേക്കും ടോക്സിക്, ഞാൻ സിംഗിൾ ആണ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവന്റെ മനസ്സിൽ അങ്ങനെയല്ലെന്ന് നിങ്ങൾ അവന്റെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് ഇപ്പൊ തന്നെ വായിച്ചെടുത്തേക്കണം. അതാണ് സത്യം, അതാണ് സത്യം. അതവിടെ നിക്കട്ടെ. ഇനി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് തൃശ്ശൂർ ഞങ്ങളിപ്പോ എത്തി. അടുത്ത് നന്ദനെ പിക്ക് ചെയ്യണം. ഇതിനിടയ്ക്ക് ഒരു ചെറിയ സംഭവമുണ്ട്. ഈ നമ്മളവിടുത്തെ കൊച്ചിയിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ടേ തൃശ്ശൂരിലേക്ക് എത്തിയ തൃശ്ശൂരിലെ പ്രോഗ്രാമിന്റെ കാര്യം ഗബ്രി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഗബ്രിയുടെ അടുത്ത് സ്ക്രിപ്റ്റിന്റെ കാര്യം, മൂവിയുടെ സ്ക്രിപ്റ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് ഗബ്രിനെ നമ്മൾ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു മനയിലാണ് പരിപാടി വെച്ചേക്കുന്നത്. അപ്പൊ അവര് ഫ്രണ്ടിൽ പോയി. എനിക്ക് അഭിനയം പിക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇത്തിരി ഡിലേ ആയി. അപ്പോൾ ഞാൻ ഡിലേ ആയ സമയത്ത് ഇപ്പൊ സായിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കാറിനകത്ത് ഗബ്രി കൊടുക്കാനുള്ള വാച്ച് മാത്രമാണ് അവിടെ വെച്ച് ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഗബ്രി കൊടുക്കാനുള്ള ഒരു തോക്ക്, ഒരു പാവ, പിന്നെ ഒരു പ്ലേ സ്റ്റേഷൻ PS5 ആണ്, പിന്നെ പിന്നെ ഒരു ഗുച്ചിയുടെ ഒരു ഗ്ലാസ്, ഇതെല്ലാം എന്റെ വണ്ടിക്കകത്തിരിക്കുക. ഞാൻ അവിടെ ചെന്നിട്ട് വേണം ഇതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നേരത്തെ നമ്മൾ അവിടെ വെച്ച് കണ്ടുപോലെ ഷുഗർ ഫിൽസിന്റെ ആൾക്കാരൊക്കെ അവരവിടെ വന്നിട്ടുണ്ട്. DJ പരിപാടീസും കാര്യങ്ങളെല്ലാം സിബിൻ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. സിബിനാണ് എല്ലാത്തിന്റെ പരിപാടീസും അവിടെ കറക്റ്റ് ചെയ്തിരിക്കുകയാണ്. രതീഷ് ഏട്ടന്റെ ഫാമിലിയും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മള് കൊച്ചിയിലെ പ്രോഗ്രാമിനിടയിൽ ഒരാളുടെ വായിന്നൊരു ചെറിയ അബദ്ധം സംഭവിച്ചു. അവിടെ നമ്മളൊരു ചോക്ലേറ്റ് ബോക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചോക്ലേറ്റ് ബോക്സ് നിങ്ങൾ പുള്ളി പെട്ടെന്ന് ചോദിച്ചു, ഈ ചോക്ലേറ്റ് ബോക്സ് അങ്ങോട്ട് കൊണ്ടുവരണ്ടേ എന്ന് ചോദിച്ചു പോയി. ഗബ്രി ഇത് പെട്ടെന്ന് കേട്ടു. അപ്പൊ ഗബ്രിക്ക് മനസ്സിലായി സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ടല്ല ഇവന്മാര് എന്നെ പൊക്കിയിരിക്കുന്നത്, വേറെന്തോ പരിപാടി ഉണ്ടെന്ന് ഗബ്രിക്ക് മനസ്സിലായി. പിന്നെ നൈസായിട്ട് ഞങ്ങളത് ജാസ്മിന്റെ ഫ്ലാറ്റിലെ പരിപാടിയുടെ കാര്യമാണ് ആ പുള്ളി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മാക്സിമം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എനിവേ എന്തായാലും ഗബ്രിയും സായിയും ജാസ്മിനും കൂടെ അങ്ങോട്ട് വരികയാണ്. ഞങ്ങളിപ്പോ നന്ദൂട്ടനെ പിക്ക് ചെയ്യട്ടെ. സിബിനും രതീഷേട്ടനും ഇത്രയും പേരുണ്ടാവുള്ളൂ. മേ ബി എനിക്ക് തോന്നുന്നു നോറ കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരാളെ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ കിട്ടിയിരിക്കുകയാണ്. തൃശ്ശൂരിലെത്തുമ്പോഴത്തേക്ക് നന്ദന സിയെ കാണാണ്ട് പോകാൻ പറ്റില്ല, നന്ദന സിയെ എടുക്കാണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു നിയമം ബിഗ് ബോസ് ഫാമിലി ഉള്ളതുകൊണ്ട്. നന്ദന സി അടിച്ച പെർഫ്യൂമിന്റെ പേര് പറയൂ. അറിയില്ല. മാട്ട സ്മെല്ല് എന്ന് പറഞ്ഞാൽ പരമ മാട്ട സ്മെല്ലുള്ള പശുത്തൊഴുത്തിൽ പോയിരുന്നു. അല്ലടാ, ചക്കയൊക്കെ ചീഞ്ഞൊരു സ്മെല്ലില്ല, അതാണ് ഗൈസ് വരുന്നത്. അത് സഹിച്ചോണ്ട് ഞങ്ങൾ ഞാൻ 2-3 ഒരുമിച്ചടിച്ചോണ്ടാണ് ഞാൻ ദുൽഖർ സൽമാനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോ. ഗബ്രിക്ക് എന്ത് ഗിഫ്റ്റാ വാങ്ങിച്ചേ? ഗബ്രിക്ക് എന്ത് ഗിഫ്റ്റ്? സ്നേഹം. അയ്യാ, നിങ്ങൾ തന്നെ പറയും. പ്രോട്ടീൻ പൗഡർ. ജിമ്മി പോകാത്ത ഗബ്രിക്ക്, ജിമ്മിനകത്ത് കേറുന്നവൻ അലർജിയാണ് ഗബ്രിക്ക്. കഴിഞ്ഞ ദിവസം എന്റെ താരം ചോദിച്ചിരുന്നു, നിങ്ങൾ എന്താണ് ബിഗ് ബോസ് ടീം വീണ്ടും കൂടാത്തത്? 8 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടിക്ക് ഞങ്ങൾ അടുത്ത കൂട്ടായ്മ ഒപ്പിക്കാം. ഇനി ഞങ്ങൾ 3 പേരോടെ എത്തിയിട്ട് വേണം ബാക്കി പരിപാടി സെറ്റ് ചെയ്തിട്ട് സായിയും ജാസ്മിനും ഗബ്രിയും കൂടെ നമ്മുടെ പ്രോഗ്രാം നടത്തുന്ന ആ മനയിലേക്ക് വരാനായിട്ട്. ഇനി മനയിൽ വെച്ച് പ്രതീക്ഷിട്ടൻ
നിങ്ങൾ എത്ര നേരമായിട്ട് പോസ്റ്റ് ആണ്? ഞങ്ങള് ഒരു 3 മണിക്കൂർ 3 മണിക്കൂറായിട്ട് പോസ്റ്റ് ആണ്. 4:30 രതീഷേട്ടന്റെ ഫാമിലി വന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഓക്കെ അല്ലേ ഇവിടെ? വലിയ പോസ്റ്റ് വിളിക്കുമല്ലേ? ജെസിബിനോട് ഓടി നടപ്പുണ്ട്. എന്തോ വലിയ പോസ്റ്റ് വലിയ ഓൺലി 3 hours. 3 hours. ചെറിയ പോസ്റ്റ്. ചെറിയ പോസ്റ്റ്. എടാ ഓക്കെ അല്ലേ സെബിനെ? ഞാൻ ഭയങ്കര സംഭവമൊക്കെ പ്രതീക്ഷിച്ച് ഭയങ്കര സർപ്രൈസ് കൊടുക്കണമെന്നും പറഞ്ഞാണ് വന്നത്. വന്നപ്പോ തന്നെ രതീഷൊക്കെ ഹായ് അപ്പോഴത്തേക്കും ഗബ്രി ഇങ്ങനെ ഞാൻ അതും കഴിഞ്ഞ് ഒന്നിങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ഇവിടെ മൊത്തവും കസേരയും അതും ഇതും. ഗബ്രി ഇതെന്താ എന്റെ കല്യാണോ? പിന്നെ ഞാൻ എങ്ങനെയോ വിളിച്ച് അപ്പുറത്തുകൊണ്ടിരുത്തി. സിബിൻ ട്രിവാൻഡ്രത്തുനിന്ന് ഇവിടെ വന്ന് ഒരു എത്ര മണിക്കോ 1 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ വന്നപ്പോ 7 മണിയൊക്കെ ആയി. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കി അറേഞ്ച് ചെയ്ത് തന്നതിന് സിബിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ നമ്മുടെ അഭിഷേക്, നന്ദന, രതീഷക്കയുടെ ഫാമിലി 4:30 വന്നതാ. ഇത്രയും ദൂരം ഉണ്ടായിട്ടും നമുക്ക് നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ് ഗബ്രിക്ക് കൊടുക്കാം. ഇതൊരു കാറാണ്. ഞാനും സിജോയാണ് ഒരുമിച്ച് പോയി. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ സിബിന് എനിക്ക് 10,000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? തെറ്റാണെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വക നാളെ ബിരിയാണി. ഞാൻ അന്നേ പറഞ്ഞു ഇത് രണ്ടും ഒരേ മുഖച്ചായല്ലേ ഗോയ്സ്. ഇതെനിക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. മറ്റേ ജെൽ ബ്ലാസ്റ്റർ ആണ്. ഓഫ് ഓഫ് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അല്ല ഇതൊരു പ്ലേ സ്റ്റേഷൻ ആണ്. I am extremely grateful for her. I am extremely grateful for Jasmine in my life. ഹാപ്പി ബർത്ത്ഡേ ഇന്ന് എത്ര ചോക്ലേറ്റ് മുക്കി? ചോക്ലേറ്റുമായിട്ട് ഓടുന്ന നന്ദനസി എന്റെ കല്യാണത്തിന് വന്നിട്ട് അവിടുന്ന് ചോക്ലേറ്റ് മുക്കി. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ചോക്ലേറ്റ് മുക്കിയിരിക്കുകയാണ്. പോക്കറ്റില്ല കാണിച്ചേ. എല്ലാം കൂടെ ഇന്നെത്ര മുക്കി? പറ. 6 കേക്ക് മുക്കി അല്ലേ? ഇത് മറച്ചും തിരിച്ചും വെക്ക്. മറക്കി 10 ചിക്കൻ അല്ലേ സൈ അല്ലേ? 10 കോഴി നമ്മൾ രാത്രി തിന്ന് തീർക്കുക എന്നുള്ള നടത്തി ഇറങ്ങും. ഏതാ? അതിന്റെ ആവശ്യമില്ല. ആ പോർഷൻ ഞാൻ കട്ട് ചെയ്യും. നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നന്ദനസി എത്ര ചിക്കൻ തിന്നും? ചലഞ്ച് വെക്കാം. ചിക്കൻ ചലഞ്ച്. സായി നീ ഉണ്ടോ ചിക്കൻ ചലഞ്ചിന്? ചിക്കൻ ചലഞ്ച്. ഗബ്രി നീ എത്ര കഴിക്കും? ഒരു ഹാഫ് ചിക്കൻ. നീയാ? 1/4 ഭാഗം. നീ എത്ര കഴിക്കും? ഒരു ചിക്കൻ. ഒരു കോഴി എക്സ്ട്രാ. 10 മിനിറ്റിൽ 2 ഫുൾ ഷവായി. അപ്പൊ ഇന്ന് രാത്രി ചിക്കൻ ചലഞ്ച്. അങ്ങനെ ഗബ്രിയുടെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങള് കുറച്ച് ഡാൻസ് പരിപാടികളാണ്. കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളും പോകുന്നു, ജാസ്മിനും പോകുന്നു. ആഗ്രഹിച്ച പോലെ എല്ലാം നമ്മൾ നടത്തിയില്ലേ? സെറ്റ് അല്ലേ? അത് വിഷയമല്ല നമുക്ക്. പക്ഷെ മോന്റെ മനസ്സിലുള്ള ആഗ്രഹം പോലെ നമ്മൾ സെറ്റ് ആക്കിയില്ലേ? എല്ലാം ഓക്കെ അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ ഓവർ ആക്ട് ചെയ്ത് ചെലവാക്കിയ തെണ്ടി എന്ത്? അവിടെ വേണോ? അപ്പൊ നമ്മുടെ ഗബ്രിക്കുട്ടൻ അവിടെ എന്താ? ഗബ്രി എന്തേ മോനെ? അപ്പൊ ഗുഡ് നൈറ്റ് വൺസ് അഗൈൻ. ഹാപ്പി ബർത്ത്ഡേ കുട്ടാ. ഓക്കെ അപ്പൊ ബർത്ത്ഡേ പൊളിക്ക്. ഓക്കെ പോയിട്ട് കേട്ടോ. അതുകൊണ്ട് കേട്ടോ നിന്റെ
ഇതും ഗിഫ്റ്റ് ഐറ്റത്തിൽ പെട്ടതായിരുന്നു. അത് തരാൻ വേണ്ടി പറഞ്ഞു പോയതാണ്. അത് പോകുന്ന വഴിക്ക് നീ നോക്കും കേട്ടോ. ഓക്കേടാ ബൈ.